നമസ്കാരം. താനൂസ് PSC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 2 പ്രൊഫഷണൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 47/2024 ആണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. മലയാളം മീഡിയം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയ ഏതാണ്? നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പിസ്വാമികൾ ആണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലേ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ചേരുംപടി ചേർക്കുക. മരുതം, പാലായി, മുല്ലായി, നെയ്റ്റൽ. സെക്കൻഡ് പാർട്ടിൽ മൃഗസംരക്ഷണം, ഉപ്പ് നിർമ്മാണം, തണ്ണീർത്തട കൃഷി കൊള്ളയടിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് 1C മരുതം തണ്ണീർത്തട കൃഷിയോടും 2D പാലായി കൊള്ളയടിക്കുന്നു എന്നുള്ളതോടും, മുല്ലായി മൃഗസംരക്ഷണം, നെയ്റ്റൽ ഉപ്പ് നിർമ്മാണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണിത് വാദിച്ചത്? ഓപ്ഷൻസിൽ ഡോക്ടർ അംബേദ്കർ, ഗാന്ധി, ദാദാഭായ് നവറോജി, ബാലഗംഗാധര തിലക്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗാന്ധി. ഓപ്ഷൻ ബി ആണ് ഗാന്ധി. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണിത് വാദിച്ചത്? ഗാന്ധി. നെക്സ്റ്റ്, 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻസിൽ വാണ്ടർ ഗോഹെയ്ൻ, വാൻറ്റി ഡേ, ഡെലനോയ്, ജിംസ് ഫോർഡ്. ആൻസർ ഇതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, വാണ്ടർ ഗോഹെയ്ൻ. വാണ്ടർ ഗോഹെയ്ൻ ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? ഓപ്ഷൻസിൽ ജമാഅത്ത് ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്, CPMI. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം നിരോധിച്ചിട്ടുണ്ട്. മുകളിൽ പറഞ്ഞവ എല്ലാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? സൂര്യാസൻ, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്. ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജ്ഗുരു. ഓപ്ഷൻ ബി ആണ് രാജ്ഗുരു. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? രാജ്ഗുരു. ഓപ്ഷൻ ബി രാജ്ഗുരു ആണ്. നെക്സ്റ്റ്, ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻസിൽ ബിപാൻ ചന്ദ്ര, രാമചന്ദ്ര ഗുഹ, സുമിത് സർക്കാർ, റാണാജിത്ത് ഗുഹ. ആൻസർ ഓപ്ഷൻ ബി ആണ്, രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹയാണ്. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം രാമചന്ദ്ര ഗുഹയാണ് എഴുതിയത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസിൽ ഫ്രഞ്ച് വിപ്ലവം ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നു. 1988 ഇംഗ്ലണ്ടിൽ മഹത്ത വിപ്ലവം നടന്നു. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ആൻസർ ഓപ്ഷൻ ബി ആണ്, only 2 and 4. only 2 and 4 ആണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് 8ൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് 8ൻ്റെ ആൻസർ. നെക്സ്റ്റ് വരുന്നത്, ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ഭൂപേഷ് ബാഗൽ, ഭജൻലാൽ ശർമ്മ, വിഷ്ണു ഡിയോ സായി, ഷിബു സൊറേൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, വിഷ്ണു ഡിയോ സായി. വിഷ്ണു ഡിയോ സായി. വിഷ്ണു ഡിയോ സായി. ഓപ്ഷൻ സി ആണ് ആൻസർ വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ, സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് താഴെ
ചെയ്തത്? താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസിൽ ലിബീരിയ, ഇന്ത്യ, ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. ഓപ്ഷൻ സി ആണ്, only 2 മാത്രം ഇന്ത്യ. ഓപ്ഷൻ സി only 2 മാത്രം ഇന്ത്യ ആൻസർ. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻസിൽ ഇന്ത്യയിലെ വലിയ സമതലങ്ങൾ, പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീര സമതലങ്ങളും, ഹിമാലയൻ പ്രദേശം, പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. പെനിൻസുലാർ പീഠഭൂമികളും കുന്നുകളും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അവശിഷ്ടപ്പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത്. യൂറലുകളും അപ്പലാച്ചിയൻസുകളും പഴയ മടക്കുറോധങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്കുമലകളുടെ ഉദാഹരണങ്ങളാണ്. ഇവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ആണ്, മുകളിലുള്ളവയെല്ലാം. 1, 2 and 3. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് 12ൻ്റെ ആൻസർ, ഓപ്ഷൻ എ. അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്തവിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹെലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തരത്തിലേക്കുള്ള ചായ്വാണ്. ഇവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിലുള്ളവയെല്ലാം. മുകളിലുള്ളവയെല്ലാം ശരിയാണ്. 13ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, മുകളിലുള്ളവ എല്ലാം ശരിയെന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം. ആൻസർ ഇതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇടുക്കി. പാമ്പാടുംചോല ഇടുക്കി ജില്ലയിൽ. പാമ്പാടുംചോല ഇടുക്കി ജില്ലയിൽ. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് പേയ്സ് PACE എന്ന് പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേയ്സ് എന്നാൽ എന്താണ്? PACE പേയ്സ് എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്ലാങ്ക്ടൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ, ഇക്കോസിസ്റ്റം. പേയ്സ് മീൻസ് പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ക്ലൗഡ്, ഓഷ്യൻ, എക്കോസിസ്റ്റം. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, GSTയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? GST കൗൺസിലർ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, only 1 and 2. ഓപ്ഷൻ ബി only 1 and 2. അടുത്തത്, RBI മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്നവ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. MPCയിൽ 7 അംഗങ്ങളാണുള്ളത്. ഇതിൽ ശരി ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, only 1 and 2. only 1 and 2 ആണ് ശരി. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. അടുത്തത്, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ്? ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ്? ഓപ്ഷൻസ് നോക്കാം. വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും ഉണ്ടാകുന്ന മാറ്റം. നികുതി നിരക്കിനും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും മാറ്റം വരുന്നത് മൂലം വരുമാനത്തിൻ്റെ നിലയ്ക്ക് വരുന്ന മാറ്റം. പൊതുവരുമാനത്തിൻ്റെ അഥവാ റവന്യൂവിൻ്റെ വർധനവിന് കാരണമാകുന്ന വേരിയബിൾസ്.
വരുമാന വർധനവും മൂലം ഉണ്ടാകുന്ന സർക്കാരിൻ്റെ ചിലവിലെ മാറ്റങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും ഉണ്ടാകുന്ന മാറ്റമാണെന്ത്? ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ്. അടുത്തത് സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻസ് നോക്കാം. ഗ്രോസ് നാഷണൽ ഇൻകം ഈക്വൽ GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. അടുത്തത് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. അടുത്തത് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സായും ഫൈനൽ കോൺസെപ്ഷനായും തരംതിരിക്കാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓൾ എല്ലാം ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് എത്രയാണ്? പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 5.8%. 5.8%. 5.8%. ഓപ്ഷൻ സി ആണ്. അടുത്തത് 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതാണ്? 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടിയന്തര വ്യവസ്ഥകൾ. അടിയന്തര വ്യവസ്ഥ. ഓപ്ഷൻ സി ആണ് പൗരത്വം. പ്രാബല്യത്തിൽ വന്നതാണ് പൗരത്വം. ഓപ്ഷൻ സി ആണ് പൗരത്വം. ഓപ്ഷൻ സി പൗരത്വം. 21ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പൗരത്വം. ഓക്കെ. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? ആർട്ടിക്കിൾ 14, 15, 16, 19. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 14. വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം ആർട്ടിക്കിൾ 14. അടുത്തത് ആർട്ടിക്കിൾ 382 പ്രകാരം ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 352. 352 പ്രകാരം 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? രണ്ടാമത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ് 1971. 352 രണ്ടാമത്തെ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 1971. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉള്ളത്? താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറൻറ്റ് ലിസ്റ്റിലുള്ളത്? എ പോസ്റ്റുകളും ടെലിഗ്രാഫും, പോലീസ്, പൊതുജനാരോഗ്യവും ശുചിത്വവും, സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസും. ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസുമാണ് പറഞ്ഞേക്കുന്നത്. 7ാം ഷെഡ്യൂളിൻ്റെ കൺകറൻറ്റ് ലിസ്റ്റ് സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസും. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ്? ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. ഇന്തോനേഷ്യ പ്രസിഡന്റ് സുകാർണോ ആണ്. ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ക്രാന്തി എന്ന പദം ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്. സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി.
അടുത്ത താഴെ പറഞ്ഞ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ആൻസർ ഓപ്ഷൻ സി ആണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. നെക്സ്റ്റ് വൺ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? പ്രധാനമന്ത്രി, ഇന്ത്യൻ രാഷ്ട്രപതി നിർദ്ദേശം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും, കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി, കേന്ദ്ര സർക്കാരിൽ ധനകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻസ് നോക്കാം. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറഞ്ഞത് ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2011. അടുത്തത്, ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയുടെ രത്നമെന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം, കാശ്മീർ, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മണിപ്പൂരാണ്. ഇന്ത്യയുടെ രത്നം. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ജയ് ജവാൻ ജയ് കിസാൻ എന്നത് ആരുടെ മുദ്രാവാക്യം ആയിരുന്നു? ആൻസർ ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്തത്, NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ശക്തിപുരം, ശോണിതപുരം, ഹസ്തിനപുരി, അനന്തപുരി. ആൻസർ ഓപ്ഷൻ ബി ആണ് ശോണിതപുരം. കൃഷ്ണവാര്യരാണ് ശോണിതപുരം. 1995 ജ്ഞാനപീഠം പുരസ്കാരം നേടിയത് UR ആനന്ദമൂർത്തി, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, മഹാശ്വേത ദേവി. 95 ജ്ഞാനപീഠം പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. MT വാസുദേവൻ നായരാണ് ആൻസർ. അടുത്തത്, ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ജ്ഞാനപ്പാന. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, വള്ളത്തോൾ നാരായണ മേനോൻ, ചെറുശ്ശേരി നമ്പൂതിരി, പൂന്താനം നമ്പൂതിരി. ആൻസർ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ ഡി ആണ് പൂന്താനം നമ്പൂതിരി. ജ്ഞാനപ്പാന പൂന്താനം. പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി രാജസ്ഥാനാണ് ആൻസർ. ഓപ്ഷൻ ബി രാജസ്ഥാൻ. 36 ഓപ്ഷൻ ബി. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1955 മെയ് 11. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ 1955 1955 മെയ് 11 1955 മെയ് 11 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? ഓപ്ഷൻസ്
ചിത്ര തിരുനാൾ ബാലരാമവർമ്മ, മാർത്താണ്ഡവർമ്മ, വിശാഖം തിരുനാൾ രാമവർമ്മ, ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. അടുത്തത് 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മിലാനും കോർട്ടിന ഡി ആംബോസിയും. മിലാനും കോർട്ടിന ഡി ആംബോസയുമാണ് 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ മിലാനും കോർട്ടിന ഡി ആംബോസിയുമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ, നോക്കി വെക്കാം. അടുത്തത് ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായെടുത്ത്, അറിവ് സ്വതന്ത്രമായെടുത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമാക്കിയിട്ടില്ലാത്തിടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ, ഗീതാഞ്ജലി. ഗീതാഞ്ജലിയിലെ കോട്ടിംഗ് ഗീതാഞ്ജലി. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഇൻപുട്ട് ഉപകരണം സ്പീക്കർ, മോണിറ്റർ, പ്രിൻ്റർ, സ്കാനർ. സ്കാനർ. ആൻസർ ഓപ്ഷൻ ഡി, സ്കാനർ. ഇൻപുട്ട് സ്കാനർ. നെക്സ്റ്റ്, ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് വേർഡ് പ്രോസസ്സർ. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, വാൻ. WAN, വാൻ. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ബ്രൗസർ. ബ്രൗസർ. IT ആക്ട് നിലവിൽ വന്ന വർഷം. IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 2000. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 2000. നെക്സ്റ്റ്, സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം. സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം. സൂര്യപ്രകാശം എടുക്കുന്ന സമയം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 8.3 മിനിറ്റ്. 8.3 മിനിറ്റ്. നെക്സ്റ്റ്, ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ LHC പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കണിക ഭൗതിക ഗവേഷണം. കണിക ഭൗതിക ഗവേഷണം. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപ്പാദനം ഡാഷ് വഴിയാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപ്പാദനം ഡാഷ് വഴിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അണു സംയോജനം. ഓപ്ഷൻ ഡി ആണ്, അണു സംയോജനം. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ ഏതാണ്? ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോശ ശ്വസനം. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദുബായ്. ദുബായിലാണ് COP28 UN കാലാവസ്ഥാ വ്യതിയാനം. അടുത്തത് 51 7x+2 -49(2x - 3) ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എന്താണ്? 59ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, രണ്ട് സംഖ്യകളുടെ ആകെത്തുക 8ഉം ഉൽപ്പന്നം 15ഉം ആണെങ്കിൽ അവയുടെ പരസ്പരം സംഖ്യകളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6, ഉൽപ്പന്നം 480 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഡാഷ് ആണ്. ഓപ്ഷൻ സി. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആകെത്തുക 976 ആണെങ്കിൽ 4-ൽ ഏറ്റവും ചെറിയ സംഖ്യ ഡാഷ് ആണ്. 54ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 55ൻ്റെ ആൻസർ
ഓപ്ഷൻ ഡി ആണ്. 56 അടുത്ത നമ്പർ എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 57 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 58 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 59 പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നതിന് ആണെങ്കിൽ ആ കോഡിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എഴുതുക? 59 ഓപ്ഷൻ സി ആണ് ആൻസർ വന്നേക്കുന്നത്. ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഡെന്നിസിൻ്റെ മകനാണ് ആബേൽ. ഡെന്നിസിൻ്റെ പിതാവാണ് ഡാനി. ബന്ധത്തിൻ്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പേരക്കുട്ടി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരു ക്ലോക്കിൻ്റെ സൂചി 4:50 ഏത് കോണിലാണ് ചരിഞ്ഞിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് 150. 155 ഓപ്ഷൻ സി ആണ് ആൻസർ. 62ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് 62ൻ്റെ ആൻസർ. ഓപ്ഷൻ എ. 63 ഒരു മാസത്തിലെ 6-ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പിലാണെങ്കിൽ മാസത്തിലെ 1-ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഒരു ക്ലോക്കിൻ്റെ സൂചി 4:50 ഏത് കോണിലാണ് ചരിഞ്ഞിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 155. അടുത്തത് 62ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 63 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 63 ഓപ്ഷൻ സി ആണ്. ഒരു മാസത്തിലെ 6-ാം ദിവസവും വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ 18-ാം ദിവസം ഏതായിരിക്കും എന്നുള്ളത് അല്ലേ? 63യുടെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി 12 എണ്ണം. 65ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 66ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 67 ആൻസർ വരുന്നത് കാട്, മൃഗശാല, കടൽ. ഓപ്ഷൻ എ അക്വേറിയം. 68 ഓപ്ഷൻ ബി ആണ്. 69 ഓപ്ഷൻ ബി. 70 ഓപ്ഷൻ സി ആണ്. 70 ഓപ്ഷൻ സി. വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. ആൻസർ ഓപ്ഷൻ സി വൺസ് വർക്ക്. വൺ മസ്റ്റ് ഡു വൺസ് വർക്ക്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ സി ആണ് അക്വറ്റൻസ്. ACQUAINTANC. ഓപ്ഷൻ സി ആണ് ആൻസർ. ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദ ആൻസർ. ദ മജസ്റ്റിക് മഹാഗണി ടേബിൾ. മഹോഗണി ടേബിൾ ഡാഷ്. ആൻസർ ഓപ്ഷൻ ഡി ബട്ട് നോട്ട് വിത്തൗട്ട് സം പ്രോഡ്. ഓപ്ഷൻ സി ആണ് ആ ഓർഡറിലാക്കി. ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദി ആൻസർ. പ്രോപ്പർ സീക്വൻസ് ആക്കിയിട്ട് മാർക്ക് ചെയ്യണം. PQRS ഉണ്ട് അവിടെ അല്ലേ, അത് പ്രോപ്പർ സീക്വൻസിലാക്കണം. ആൻസർ ഓപ്ഷൻ ഡി QPRS അല്ലേ? QP then RS. Next, choose the most appropriate word for the following. Rising air temperatures dash the physical nature of our oceans. Rising air temperatures dash the physical nature of our oceans. Proper എന്താണ് most appropriate word for the following. Most appropriate word യൂസ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ സി ആണ് affect. Identify the synonym for venerate. ഓപ്ഷൻ എ റെസ്പെക്റ്റ്.
ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഓഫ് ദി ഇമാസിയേഷൻ. ആൻറ്റോണിം ഉപയോഗിക്കാൻ. ഓപ്ഷൻ എ ആണ് ഇൻവിഗറേഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ് ബ്ലർഡ്, കൺഫ്യൂസ്ഡ്. റിലേറ്റഡ് വേർഡ്സ് ഏതൊക്കെ? ബ്ലർഡ്, കൺഫ്യൂസ്ഡ്. റിലേറ്റഡ് വേർഡ്സ് ഇവിടെ കൊടുക്കുന്ന പെയറിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മഡിൽഡ്, അൺക്ലിയർ. മഡിൽഡ്, അൺക്ലിയർ. ഓപ്ഷൻ ഡി ആണ് മഡിൽഡ്, അൺക്ലിയർ. മഡിൽഡ്, അൺക്ലിയർ. ഓപ്ഷൻ ഡി ആണ്. എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ or snow is called. A large dark grey cloud that brings rain or snow is called. Answer option B, nimbus. The idiom to have an axe to grind means to have an axe to grind means ഇഡിയത്തിൻ്റെ മീൻസ് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് to have a selfish interest to serve. To have a selfish interest to serve. To have a selfish interest to serve. Option D ആണ് ആൻസർ. നെക്സ്റ്റ് ഡാഷ് I dash go to the market with my friends now. ഗോയുടെ ഫോം ചേർക്കാനല്ലേ? I dash to the market with my friends now. ബ്രാക്കറ്റിൽ ഗോയുടെ ഉചിതമായത് ചേർക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് going. I am going to the market with my friends now. This brand of furniture is dash any other brand of furniture in the market. Option C, costly than, the costliest, costlier than, most costly than ചേർക്കാൻ അല്ലേ? കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ചേർക്കാനാണ്. ആൻസർ ഓപ്ഷൻ സി, കോസ്റ്റ്ലിയർ ദാൻ അല്ലേ? കോസ്റ്റ്ലി അല്ല, കോസ്റ്റ്ലിയർ ദാൻ ആണ് വരുന്നത്. നെക്സ്റ്റ് ഷീ അഗ്രി ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വേർ പുട്ട് ബിഫോർ ഹർ. ഷീ അഗ്രി ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വേർ പുട്ട് ബിഫോർ ഹർ. ആൻസർ ഓപ്ഷൻ എ ആണ് 2. ഓപ്ഷൻ എ ആണ് 2. ഓപ്ഷൻ എ ആണ് 2 ആണ് വരുന്നത്. അടുത്തത് no sooner had she entered the room dash and everybody began to make sound. No sooner had she entered the room dash and everybody began to make sound. ആൻസർ ഓപ്ഷൻ ഡി ആണ് than the lights went out. than the lights went out. ഇവിടെ വായിക്കാം. No sooner had she entered the room than the lights went out and everybody began to make sound. No sooner than ആണ് എപ്പോഴും വരിക. ഇനി we met her immediately after the session in which she dashed a nice speech. ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ had given. ഓപ്ഷൻ ബി had given. The guest admired my paintings but they dashed my writings. ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സെൻറ്റൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഒമിത്തോളജി മീൻസ് എന്താണ്? ഒമിത്തോളജി മീൻസ് എന്താണ്? ഒമിത്തോളജി മീൻസ് വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് സ്റ്റഡി ഓഫ് ബേർഡ്സ്. സ്റ്റഡി ഓഫ് ബേർഡ്സ്. ഓർണിത്തോളജിയാണ്. കണ്ണുപോയി. ഓക്കെ, ഓർണിത്തോളജി സ്റ്റഡി ഓഫ് ബേർഡ്സ് വായിച്ചപ്പോഴാണ് ഓർണിത്തോളജി കേട്ടോ. ഓർണിത്തോളജി മീൻസ് സ്റ്റഡി ഓഫ് ബേർഡ്സ്. അടുത്തത് സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസാസ്റ്റർഫുൾ ഫ്രം ദി ഫോളോയിങ്. ഡിസ്റ്റേസ്റ്റ്ഫുൾ. 90 ആൻസർ ഇടുന്നത് ഓപ്ഷൻ ബി ആണ് അൺപ്ലസൻറ്റ്. നോക്കാം. നെക്സ്റ്റ് ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് പിരിച്ചെഴുതുക. കാട്ടിനേൻ.
ആൻസർ ഓപ്ഷൻ എ കാട്ടി പ്ലസ് ഏൻ. 94 തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടു കൂടി വർത്തിക്കണം. സ്നേഹോദര ഭാവത്തോടു കൂടി, സ്നേഹോദരല്ല സ്നേഹാദര ഭാവം, അവിടെയാണ് വരേണ്ടത്. സ്നേഹാദര ഭാവം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാളം വിവർത്തനം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 96ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 97 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 98 ആൻസർ വരുന്നത് ഓപ്ഷൻ എ. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം. ഓപ്ഷൻ ബി ആണ് ആൻസർ. പീതാംബരൻ. 100 ധൃതി. ആൻസർ ഓപ്ഷൻ ഡി. സ്റ്റേജ് 2 ആണ്. നെക്സ്റ്റ് എക്സാം ഇടുന്നവർക്കും ഒക്കെ വളരെ ഇതിൻ്റെ ഡിസ്ക്രിപ്റ്റീവായിട്ട് അത് വച്ച് പഠിക്കാം അല്ലേ. പ്രിലിംസ് ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.